ഹായ് ഫ്രണ്ട്സ്, ഈദ് മുബാറക്ക്. ഞാൻ ഈദിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഉമ്മച്ചി നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉമ്മ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം നീളത്തിലരിഞ്ഞ സവോള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവോള ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കരിയാതെ ഒരു ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കൊടുക്കണം. ഇവിടെ മുന്തിരിങ്ങ ഇല്ലായിരുന്നു, ഞങ്ങൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമ്മുടെ ബിരിയാണി ചെമ്പിലേക്ക് കുറച്ച് ചൂടാക്കിയ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച നെയ്ച്ചോറിൻ്റെ അരിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നെയ്ച്ചോറിൻ്റെ അരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ, കുറച്ച് തിരക്കായതുകൊണ്ട്. അങ്ങനെ ഇതാ പാത്രത്തിലേക്ക് ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് ഇങ്ങനെ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചോറിട്ട് അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും അത് തന്നെ സവോളയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. ഒരു എസ്തറ്റിക് റൂമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആരും കാണാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഉമ്മി സവോള ഇട്ട് കൊടുത്തു, നെയ്യ് ഒഴിച്ചു, പിന്നെയും ചോറിട്ടു, പിന്നെയും സവോള ഇട്ടു. അങ്ങനെ ഏറ്റവും മണ്ടയ്ക്കത്തെ ലെയറാണ്, ലാസ്റ്റ് ലെയറാട്ടോ. അതിനുശേഷം ഉമ്മി കുറച്ച് ഏറ്റവും ടോപ്പിലായിട്ട് നിറച്ചും ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ആ ഒരു സവോള ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ നെയ്ച്ചോറ്. കറിയുടെ ഒക്കെ വീഡിയോ ഞാൻ രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്, ബൈ.